ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കി തരണ ഒരു നാടനും ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. ഒരു നേന്ത്രപ്പഴം എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെള്ളം ചേർക്കാണ്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് ചൂടാവുമ്പോൾ കുറച്ച് നാളികേരക്കൊത്തും കുറച്ച് കാഷ്യൂ എടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. പാനിലേക്ക് 1 ടീസ്പൂണും കൂടി നെയ്യ് ചേർക്കുന്നുണ്ട്. അരച്ച് വെച്ചേക്കണ പഴം ചേർത്ത് കൊടുക്കാം. ഈ നെയ്യിൽ തന്നെ പഴം നല്ലോണം വേവിച്ചെടുക്കാം. പഴം വേവുമ്പോഴേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. 1/4 കപ്പ് ശർക്കരയിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താണ് ഉരുക്കുന്നത്. പഴം നെയ്യിൽ നല്ലോണം വെന്തതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ചേക്കണ ശർക്കര ഇതിൽ ചേർത്ത് കൊടുക്കാം. ശർക്കരയും പഴത്തിൽ നല്ലോണം വറ്റി വരണം കേട്ടോ. ശർക്കരപ്പാനി നല്ലോണം വറ്റി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കറുത്ത എള്ള്, ഒരു നുള്ളു ഉപ്പ്, 1 ടേബിൾ സ്പൂൺ അവില്, വറുത്ത് വെച്ചേക്കണ അണ്ടിപ്പരിപ്പും നാളികേരക്കൊത്തും, 1 ടേബിൾ സ്പൂൺ ചിരകിയ നാളികേരം എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് ഒന്നും കൂടി നമുക്ക് ഈ മിക്സ് കട്ടിയാക്കി എടുക്കാം. മിക്സ് റെഡിയായി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മിക്സ് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഫില്ലിങ് നല്ലോണം തണുത്തുണ്ട് കേട്ടോ. കുറച്ച് ഇല എടുത്ത് നെയ്യ് തേച്ച് വെച്ചേക്കണതാണ്. ഇനി നമുക്ക് അപ്പം റെഡിയാക്കാം. ഇലയുടെ നടുക്ക് കുറച്ച് മിക്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണോ ആ രീതിയിൽ ആക്കിക്കോളും കേട്ടോ. നമുക്ക് അടക്കി മടക്കണ രീതിയിൽ തന്നെ മടക്കിയെടുക്കാം. ഇതുപോലെ എല്ലാം മടക്കിയെടുക്കാം. എല്ലാം റെഡിയാക്കി എടുത്തു. 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പം വെന്തുണ്ടാവും. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അട നല്ലോണം തണുത്തോട്ട ഇലയിന്ന് വെടിയിക്കാം. ഒരു പൊടിയും വേണ്ട കേട്ടോ. ഒരു നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റും ആണ് കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സോഫ്റ്റ് ആയിട്ട് ഹെൽത്തി പലഹാരമാണ്. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു. ബൈ.